ഇന്നിപ്പോൾ സുശാന്ത് സിംഗ് സൂയിസൈഡ് ചെയ്തിട്ട് 4 വർഷം ആയി. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയെ പറ്റിയാണ്. അപ്പം പലർക്കും ഉള്ളൊരു ധാരണ ഡിപ്രഷൻ തനിയെ മാറും. ശരിയാണ്, ചില ഡിപ്രഷനൊക്കെ തനിയെ മാറുന്ന ഇതുണ്ട്. അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ദാരിദ്ര്യം, അല്ലെങ്കിൽ ആഹാരം കിട്ടാതെ വരുന്നതോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഫെയിലാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരിത് കൊണ്ടാണ്. പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഡിസോർഡറാണ്. ബ്രെയിൻ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചറൽ ഇംബാലൻസ് കൊണ്ടും ഡിപ്രഷന് കാരണങ്ങളും കൊണ്ടും വരാം, കാരണങ്ങളില്ലാതെയും വരാം. ഡിപ്രഷൻ്റെ ജനിതകമായ കാരണങ്ങൾ കൊണ്ടുവരാം, പല പല കാരണങ്ങളുണ്ടാവാം. കോമൺലി ചിലപ്പോൾ ഡിപ്രഷൻ വരുന്നത് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ഈ നെഗറ്റീവായിട്ടുള്ളൊരു ഹൈ ഇവൻറ്റിൽ വരുന്നതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഡിപ്രഷൻ ഉള്ളവർക്ക് ചിലപ്പം പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊണ്ടൊക്കെ, അല്ലെങ്കിൽ ഒരു മേ ബി മെഡിസിനൊക്കെ കൊണ്ട് ചിലപ്പം പെട്ടെന്ന് മാറിയെന്നിരിക്കും. ബട്ട് ചിലവരുടെ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി ഡിപ്രസ്ഡ് ആവാനുള്ളവരും, പിന്നെ ലോങ് ടേമായിട്ട് ഡിപ്രഷൻ തിരിച്ചറിയാത്തവരുടെയൊക്കെ ഒരു ഇതെന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പം ജീവിതകാലം മുഴുവനും ചിലപ്പോൾ അവർക്ക് ആ ഒരു ഡിപ്രഷൻ കാണും. പിന്നെ ഈ ഡിപ്രഷൻ എന്നുള്ളൊരു അവസ്ഥയുടെ ഒരു കാരണം ഒന്ന് തലച്ചോറിൽ ഈ ഡോപ്പമിൻ, ന്യൂറോ എപ്പിനെഫ്രിൻ, പിന്നുള്ളത് ഗ്യാബ, സെറട്ടോണിൻ, ഇതിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇംബാലൻസ് മൂലം ഡിപ്രഷൻ ഉണ്ടാവും. അതിന് ക്രമീകരിക്കുന്ന മരുന്നുകളും തെറാപ്പികളും ഒക്കെയാണ് പൊതുവെ കൊടുക്കാറുള്ളത്. പിന്നെ ഡിപ്രഷൻ ഉള്ളവരുടെ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഓവർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റായിട്ട് നമ്മളെപ്പറ്റി, മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തകൾ ഒരുപാട് വരുന്നൊരു സംഭവമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിഗ്ഡല ഓവർ ആക്റ്റീവ് ആയിരിക്കും. അമിഗ്ഡലയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ റെസ്പോൺസ് ഇതുള്ളതായിരിക്കും. അപ്പോൾ ആങ്സൈറ്റി ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും ഡിപ്രഷൻ ഉള്ളവരിൽ. അത് ഒന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് കൊണ്ടും എല്ലാം പല രീതിയിൽ. പിന്നെ ഹിപ്പോ ക്യാമ്പസാണ് മെമ്മറിയുടെ ഒരു ഇത്, അതിൻ്റെ സ്റ്റോറേജ് കുറവായിരിക്കും. മീൻസ് സ്റ്റോറേജ് ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പം അതൊക്കെയാണ് നമ്മൾ മീൻസ് ആ ഒരു മെൻ്റൽ എക്സസൈസിലൂടെയൊക്കെ ഇരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ഡിപ്രഷൻ ഉള്ളവർക്കോ അല്ല ലോങ് ടേം ഡിപ്രഷൻ ഉള്ളവർക്കായിരിക്കും. അല്ലാത്തവർക്കും ഉണ്ട്. ബട്ട് ഇപ്പം പെട്ടെന്നൊരു ഇവൻറ്റ് വന്ന് ഡിപ്രസ്ഡ് ആവുന്ന വ്യക്തികളിൽ അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ മാറാൻ ചിലപ്പം, പക്ഷെ അവരിലാണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്ന റേറ്റ് അനുസരിച്ച് ചിലപ്പം പറയാൻ പറ്റത്തില്ല അത് ഇങ്ങനെയാണ് എന്നുള്ളൊരു ഇത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്രഷനുള്ള വ്യക്തികളിൽ സാഡ്നെസ്സിലുപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ തന്നെ അവരെ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ലൈക്ക് ഇപ്പം നമ്മളിപ്പം ഇപ്പം റിച്ച് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്ത് നേടിയെന്ന് പറഞ്ഞാലും ഈ ഒരു ബ്രെയിനിൻ്റെ ഒരു ഇന്നർ മൈൻഡ് വന്നിട്ട് പറയും, എടാ നീ ചെയ്തെന്നത് ഒന്നും കൊള്ളത്തില്ല, നീ ഭയങ്കര ഭാഗ്യവാനാണ്, പക്ഷെ നീ ലോകത്തിലെ ഏറ്റവും വലിയ ലേസി പേഴ്സണാണ്, നീ ലോകത്തിൽ തന്നെ ഭയങ്കര ബേർഡനാണ്. ഇപ്പം നീ ഇപ്പോൾ ഒരു സിനിമ എന്ത് നല്ല കാര്യം ചെയ്താലും, അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് പെരുമാറിയ പോലെ അതൊക്കെ നിന്നോടുള്ള സിമ്പതി കൊണ്ടാണ്. ഇപ്പം നിൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം മറ്റുള്ളവരെല്ലാം എന്തും വേണ്ടി ബുദ്ധിമുട്ടുന്നു, നീ ലോകത്തിന് തന്നെ ഒരു ഭാരമാണ്. മീൻസ് ഇങ്ങനത്തെ തോട്ട്സ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർ മാനേജ് ചെയ്യുന്നവർക്ക് മേ ബി കോൺഷ്യസ്ലി അറിയായിരിക്കും അവർ ലൈഫിൽ ഒരു ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ്ഫുള്ളായിരിക്കും. ബട്ട് ദാറ്റ് എന്താ പറയുന്നത്, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നല്ലതായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കും, പക്ഷേ ചിലപ്പോൾ അയാളുടെ മൈൻഡ് പറയുന്നത് നീ സംസാരിച്ചത് മൊത്തം പൊട്ടത്തരമാണ്, നീ സംസാരിച്ചത് അവർക്ക് എന്തും വേണ്ടി ഹേർട്ടായി കാണും, നീ സംസാരിക്കുന്നത് അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ നേരത്ത് ചിലപ്പം
ഈ പറഞ്ഞ പോലെ എനർജി എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ കാണത്തില്ല. എക്സ്ട്രീംലി ടയേർഡായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ഉള്ള ടയേർഡല്ല, മെൻ്റലി ഉള്ള ടയേർഡായിരിക്കും. പിന്നെ ചിലപ്പം ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണലിയും ചിലപ്പം കേൾക്കുന്നൊരു ഒരു ചെറിയൊരു വിമർശനം മതിയായിരിക്കാം. അത് അവരിൽ ഒരുപാട് സെൽഫ് ഡൗട്ടും ഒരുപാട് ഇത് വരും. ഇപ്പം എന്താ പറയുന്നത്, പിന്നെ ഒരു ഡിപ്രഷനുള്ള വ്യക്തികളുടെ അടുക്ക് വന്നിട്ട് ഇപ്പം ചിലപ്പം എടാ നിനക്കൊക്കെ എന്തിനാണ് ഈ ചെറിയ പ്രായത്തിൽ നീ മെൻ്റലി വീക്കായതുകൊണ്ടൊക്കെയാണ്, അല്ല നീയൊന്നും അധ്വാനിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ, നമുക്കൊക്കെ നിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പം അപ്പോഴും അവർ ചിന്തിക്കുന്നു, അയ്യോ അവർക്ക് ഇതിനെക്കാട്ടി വലിയ പ്രശ്നം ഉണ്ടായിട്ട് അവർ സർവൈവ് ചെയ്യുന്നത്, എനിക്ക് പറ്റുന്നില്ലല്ലോ, അയ്യോ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ, ഇനി ഞാൻ ഭയങ്കര മോശമായ വ്യക്തിയാണ്, അതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വരുന്ന ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതിലും അപ്പുറം ഒരു ഇൻറ്റൻസിറ്റിയിലായിരിക്കും. ചിലപ്പോൾ ഒരു ഇപ്പം അവാർഡ് കിട്ടിയെന്ന് വെച്ച് തന്നെ അപ്പോൾ ബട്ട് ചിലപ്പം പറയുന്നത് അത് മൈൻഡ് ചിലപ്പം മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. അത് ചിലപ്പോൾ സിമ്പതി കൊണ്ടോ അല്ലെങ്കിൽ നിൻ്റെ ആക്ടിങ്ങിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നീ ചെയ്ത പ്രവൃത്തിയിൽ എന്തെല്ലാമോ ഇതുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം പറയും നീ ഇപ്പം ഇത്രയും ചെയ്തിട്ട് നിനക്ക് ഇത്ര അവാർഡ് കിട്ടി, അപ്പം നീ ഭയങ്കര കഴിവുള്ളവനല്ലേ, നീ ലേസി അല്ലെങ്കിൽ നീ സ്വയം ഇത് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നീ അതിനുള്ളൊരു എഫേർട്ട് എടുക്കാത്തതുകൊണ്ടല്ലേ നീ ഇപ്പം ഇത്രയും ചെറുതായിട്ട്, മീൻസ് അവരുടെ സ്ട്രഗിൾസ് പോലും അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ചെറുതായിട്ടായിരിക്കും അവർ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മൈൻഡ് അനുസരിച്ച്. പിന്നെ ചിലപ്പം എക്സ്ട്രീം കേസിലൊക്കെ ആണെങ്കിൽ ഫ്യൂച്ചറൊക്കെ നോക്കുമ്പം എന്തായാലും എന്നെ കൊണ്ട് കൊള്ളില്ല, ഇപ്പം ഞാൻ എൻ്റെ വേൾഡിന്. പിന്നെ ഇതുപോലെ ചിലപ്പം ചിലവർ അത്യാവശ്യം ചിലവർക്കൊക്കെ കോൺഷ്യസ്ലിയൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇന്നർ മൈൻഡിൻ്റെ കളിയാണ്. ബട്ട് സംടൈംസ് ഇത് ഭയങ്കര ഡൗട്ടായിപ്പോവും. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇവർ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ വേറെ ഒരാളുടെ ഹെൽപ്പ് ചോദിക്കും. ചിലപ്പോൾ ഈ ഹെൽപ്പ് ചോദിക്കുന്ന ആളും അവർ വന്നിട്ട് ചിലപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലും വലിയ പ്രശ്നത്തിൽ നിൽക്കുക, അപ്പോഴാണ് അവൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് തള്ളിക്കളയാനുള്ളൊരു ടെൻഡൻസി ഇതാണ്. എക്സ്പെഷ്യലി ഒരു സെലിബ്രിറ്റി ലെവലിലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് മേ ബി നോർമൽ ഇതാകുമ്പോൾ നീ ഇത്രയും വലിയ സെലിബ്രിറ്റി അല്ല, നമ്മളൊക്കെ ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ ഫെയിലായി, പക്ഷേ അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ നാളെ എന്ത് സംഭവിക്കും, നാളെ അല്ലെങ്കിൽ എൻ്റെ ചിലപ്പം ഇതിനകത്ത് ഡിപ്രഷൻ്റെ കൂടെ മിക്കപ്പോൾ ഒരു ആങ്സൈറ്റിയും കൂടെ വരും. ആങ്സൈറ്റി വരുമ്പോൾ ഫ്യൂച്ചറിലുള്ള ആ ഒരു വറി. പിന്നെ ലൈഫിൽ ചിലപ്പം നല്ലതാണെങ്കിലും ചിലപ്പോൾ ചീത്തയാണെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും, അത് വലിയ മിസ്റ്റേക്കൊന്നും ആയിരിക്കത്തില്ല, ബട്ട് ആ ഒരു ഇതിൽ നിന്നുണ്ടായ ചെറിയൊരു കോൺസിക്വൻസ് ഒരു 100x ഇൻറ്റൻസിറ്റിയിലായിരിക്കും അവർക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് ഒരു ഡിപ്രഷൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്.